പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പേജ് നമ്പർ 132 ഈ 3ഉം 4ഉം ചോദ്യങ്ങൾ ചെയ്യാം. ചോദ്യം നമ്പർ 3 ഇതാണ്. എമംഗ് ദ 3 ആംഗിൾസ് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ, ദ ആംഗിൾസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ ഈക്വൽ, ഹൗ മച്ച് ഈസ് ഈച്ച്? അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഇത് 30 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ചേർന്നാൽ നമുക്ക് 180 ആണെന്നുള്ളത് ഒരു പഴയ കോൺസെപ്റ്റ് നമുക്ക് അറിയുകയും ചെയ്യാം അല്ലേ. ഒരു ലൈനിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എത്ര ആംഗിൾ വന്നാലും അത് കൂട്ടിച്ചേർത്താൽ എത്രയാണ്? 180 ആണ് നമുക്കറിയാം. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇടയിലുള്ളത് 130 ഡിഗ്രി ആണ് എങ്കിൽ അത് കളഞ്ഞിട്ട് ബാക്കി വരുന്നതായിരിക്കില്ല അപ്പുറത്തപ്പുറത്ത് വരേണ്ടത്. സോ 150 ഡിഗ്രിയാണ് ബാക്കി വരുന്നത്. 150ന് കറക്റ്റ് ഈക്വലായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ പോരെ രണ്ട് സൈഡിലും. 150/2 ചെയ്താൽ പോരെ. അതായത് ഇത് 75 ഡിഗ്രി വരും, ഇതും 75 ഡിഗ്രി വരും. ഓക്കെ അല്ലേ? ഇവിടെ തന്നെ എഴുതിയേക്കാം. ഇത് 75 ഡിഗ്രി, അതോ ഇതും 75 ഡിഗ്രി. 75 150 30. കറക്റ്റ് അല്ലേ? Then the fourth question, of the two angles made when two lines meet, one angle is double the other. What are the measures of the angles? ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒന്ന് മറ്റതിൻ്റെ ഇരട്ടിയാണ്. ഇത് ഒന്നാണെങ്കിൽ ഇത് രണ്ടാണെന്ന് അർത്ഥം. ഒന്ന് മറ്റതിൻ്റെ ഇരട്ടിയാണ്. സോ ഇത് രണ്ടും കൂടെ കൂടിയാൽ എന്ത് വരും? 180 വരികയും. അതായത് 2 ഇൻറ്റു എന്തോ പ്ലസ് 1 ഇൻറ്റു ഏതോ ഒരു നമ്പർ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180. അപ്പോൾ അത് ഏത് നമ്പർ ആയിരിക്കും? എന്തായാലും ഇത് രണ്ടും ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 3 ഇൻറ്റു ഏതോ നമ്പർ അല്ലേ. 3 ഇൻറ്റു ഏതോ നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അപ്പോൾ ആ നമ്പർ കിട്ടാനുള്ള മാർഗം എന്താ? നമ്പർ ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 3, അതായത് 60. അപ്പോൾ ഈ സംഖ്യ ഏതാണ്? ആദ്യത്തേതാണ് ഒരു മടങ്ങ്, അതായത് 60 ഡിഗ്രി. അതിൻ്റെ ഇരട്ടി എത്രയാണ്? അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 60 ഇൻറ്റു 2, അതായത് 120. ശരിയല്ലേ? അതായത് 120 ഡിഗ്രിയും 60 ഡിഗ്രിയും കൂടെ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 180 ഡിഗ്രി. കണ്ടീഷനും കറക്റ്റാണ്. ഇയാളുടെ ഇരട്ടിയാണ് ഈ മനുഷ്യൻ. കറക്റ്റ് അല്ലേ? സോ 60 120 ആണ് ആംഗിൾസ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഓക്കെ.